ഒട്ടനവധി വിചിത്രമായ പ്രതിഭാസങ്ങളാണ് ഓരോ ദിവസവും പ്രകൃതിയിൽ നടക്കുന്നത്. അവയിൽ പലതിൻ്റെയും കാരണങ്ങൾ ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള പ്രകൃതിയിലെ ചില വിചിത്ര മഴകളും വിചിത്ര പ്രതിഭാസങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കനത്ത മഴ പെയ്തതിന് പിന്നാലെ 10,000-കണക്കിന് ചിലന്തികളാണ് ആ നാട്ടിലേക്കിറങ്ങി വന്നത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവ സൈൻ ബോർഡുകളിലും മരങ്ങളിലും പാടങ്ങളിലും അങ്ങനെ കണ്ണിൽ കണ്ടയിടത്തെല്ലാം വലിയ വലകൾ നെയ്യാൻ തുടങ്ങി. ഇത് ആ പ്രദേശത്തെ മുഴുവൻ മറ്റൊരു ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിലന്തി വല കാഴ്ചയാക്കി മാറ്റി. ഈ സ്ഥലങ്ങൾ മുഴുവൻ കട്ടിയുള്ള പട്ടുനൂലുകളാൽ പുതപ്പിക്കപ്പെട്ടതോടെ ആ ഗ്രാമപ്രദേശം മുഴുവൻ ഒരു ഫാന്റസി കഥയിലെ രംഗം പോലെയായി മാറി. 2022 ഫെബ്രുവരിയിൽ കുവാട്ടെമൂക്കിൽ എവിടെ നിന്നില്ലാതെ ഒരു കൂട്ടം പക്ഷികൾ ആകാശത്തു നിന്നും മഴ പോലെ താഴേക്ക് വീണു. ഈ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഈ സംഭവം ഒരു സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഇപ്പോഴും ഒരു വലിയ നിഗൂഢതയാണ്. ശാസ്ത്രജ്ഞർക്ക് പോലും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഉറപ്പില്ല. പറക്കുന്നതിനിടയിൽ പക്ഷികളുടെ ദിശ തെറ്റിച്ച പെട്ടെന്നുള്ള കാറ്റാകാം ഇതിന് കാരണമെന്ന് ചില ഗവേഷകർ സംശയിക്കുന്നു. യെല്ലോ ഹെഡഡ് ബ്ലാക്ക് ബേർഡ്സ് എന്ന പക്ഷികളായിരുന്നു ഇവ. 100 കണക്കിന് പക്ഷികളാണ് ചത്തോ മാരകമായി പരിക്കേറ്റോ നിലത്ത് വീണത്. ചിലതൊക്കെ തിരികെ പറന്നുപോയെങ്കിലും മറ്റു ചിലത് റോഡിൽ ജീവനില്ലാതെ കിടക്കുകയായിരുന്നു. അതൊരു വലിയ സങ്കടം തന്നെയായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ കനത്ത മഴയ്ക്കിടയിൽ ഒരുപാട് ചെറിയ മീനുകൾ ആകാശത്തു നിന്ന് വീഴുന്നത് കണ്ട് ഗ്രാമവാസികൾ ആകെ അമ്പരന്നുപോയി. ഇതിനു മുമ്പ് ആലിപ്പഴം വീഴുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. പലരും പേടിച്ചുപോയി. നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട്. ജലാശയങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന ടൊർനാഡോകൾ അഥവാ വാട്ടർ സ്പൗട്ടുകൾ മീനുകളെ വായുവിലേക്ക് വലിച്ചെടുക്കുകയും പിന്നീട് കരയിൽ കൊണ്ടിടുന്നതുമാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ആളുകൾ നിലത്തുനിന്ന് മീനുകൾ കോരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസത്തേക്ക് മീൻ വെറുതെ കിട്ടി. പ്രകൃതി ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും, അതേസമയം ഭയപ്പെടുത്തുകയും ചെയ്യും. 2018 ഉണ്ടായ ഒരു കനത്ത ആലിപ്പഴ വീഴ്ചയ്ക്കിടയിൽ അമേരിക്കയിലെ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് കുറേ കാനഡ വാത്തകൾ ആകാശത്തു നിന്ന് വീഴുന്നത് ആളുകൾ കണ്ടു. വലിയ ആലിപ്പഴകൾ പക്ഷികളുടെ ദേഹത്ത് ഇടിച്ചതാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ഉയരത്തിൽ പറക്കുമ്പോൾ ആലിപ്പഴകൾ ഏൽക്കുന്നത് പക്ഷികളെ മാരകമായി പരിക്കേൽപ്പിക്കാൻ കാരണമാകും. വന്യജീവി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പക്ഷികളെ വാഹനങ്ങളിൽ കയറ്റി ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. ഫ്ലോറിഡയിലെ ഒരു തടാകത്തിൽ കനത്ത മഴയ്ക്ക് ശേഷം തവളകൾ നിറഞ്ഞു കവിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ആകാശത്തു നിന്ന് തവള മഴ പെയ്തതുപോലെ അത്രയധികം തവളകളാണ് അവിടെയുണ്ടായിരുന്നത്. ഒരിടത്ത് ഇത്രയധികം തവളകളെ കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. തവളകളെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇനി തവളകളെ പേടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അവ ഒന്നിനു പുറമേ ഒന്നായി ചാടിക്കളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഇത്രയധികം എണ്ണം ഒരിടത്ത് കാണുക എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. 2020 കിഴക്കൻ ആഫ്രിക്ക ഒരേ സമയം 2 വലിയ പ്രശ്നങ്ങളെയാണ് നേരിട്ടത്. ഒന്ന് കോവിഡ്-19ഉം പിന്നെ ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വെട്ടുകിളി ആക്രമണവും. ലോകം മുഴുവൻ മഹാമാരിയോട് പൊരുതുമ്പോൾ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഇവ രണ്ടിനെയും ഒരേ സമയം നേരിടുകയായിരുന്നു. കോവിഡ് കാരണം ആളുകൾക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. അതേസമയം വെട്ടുകിളിക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു. ആഫ്രിക്കയുടെ ഭക്ഷണത്തിന് ഇതൊരു വലിയ ഭീഷണിയായിരുന്നു. മനുഷ്യന്റെ ശക്തിയെ പ്രകൃതി പരീക്ഷിക്കുകയാണെന്ന് തോന്നിപ്പോയി. 100 കണക്കിന് ശതകോടി വെട്ടുകിളികളാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അവ വീടുകൾക്കുള്ളിലേക്ക് പോലും ഇറച്ചു കയറി. കഴിഞ്ഞ 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെട്ടുകിളി ആക്രമണമായിരുന്നു ഇത്. അമിതമായ മഴയ്ക്ക് തുടർന്ന് വെട്ടുകിളികൾ ഒരുപാട് പെരുകിയതാണെന്നാണ് വിദഗ്ധർ കരുതുന്നത്. ഓസ്ട്രേലിയയിലെ കഠിനമായ ചൂട് താങ്ങാനാവാതെ വവ്വാലുകൾ ആകാശത്തു നിന്ന് താഴെ വീഴുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 2018 ജാനുവരിയിൽ ന്യൂ സൗത്ത് വെയിൽസിലെ ചൂട് 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായപ്പോൾ 100 കണക്കിന് വവ്വാലുകൾ ബോധമില്ലാതെ മരങ്ങളിൽ നിന്നും നിലത്തേക്ക് വീണു. ഈ ജീവികളെ രക്ഷിക്കാൻ ആളുകൾ ഓടിയെത്തുകയും അവയ്ക്ക് വെള്ളം നൽകുകയും ചെയ്തു. എങ്കിലും ഒരുപാട് വവ്വാലുകൾ ചത്തുപോയി. മരങ്ങളിൽ തൂങ്ങിക്കിടന്നും നിലത്ത് വീണും അവ ചത്തുകിടക്കുന്നത് സങ്കടകരമായ കാഴ്ചയായിരുന്നു. ഇന്തോനേഷ്യയിലാണ് സംഭവം. അവിടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആയിരക്കണക്കിന് കുരുവികൾ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. മഴയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചത് എന്നത് സംശയമുണ്ടാക്കി. വന്യജീവി ഉദ്യോഗസ്ഥർ പോലും തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് കാണുന്നത്. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമോ വായുമലിനീകരണമോ ആകാം ഇതിന് കാരണമെന്ന് ചിലർ പറഞ്ഞു. ഇതിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ വൻ ഹിറ്റായി. പലരും പല കാരണങ്ങൾ പറഞ്ഞെങ്കിലും ശാസ്ത്രീയമായി ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. വീണുകിടന്ന പക്ഷികളിൽ ചിലത് ജീവന് വേണ്ടി പിടയ്ക്കുകയായിരുന്നു. ഈ സങ്കടകരമായ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യുക.
വിമാനത്തിൽ നിന്നാണോ ഈ മീനുകൾ വീഴുന്നത്? എന്തിനാണവർ മീനുകളെ താഴേക്കിടുന്നത്? യൂട്ടായിലെ ഉൾപ്രദേശങ്ങളിലുള്ള തടാകങ്ങളിൽ മീനുകളെ വളർത്താൻ വിമാനങ്ങൾ ഉപയോഗിച്ച് അവയെ താഴേക്കിടുന്നതാണെന്ന് പിന്നീട് മനസ്സിലായി. എന്തിനാണ് വിമാനം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, റോഡുകളില്ലാത്ത കാട്ടുപ്രദേശങ്ങളിലെ തടാകങ്ങളിൽ മീനുകളെ എത്തിക്കാൻ എളുപ്പവഴി ഇതാണ്. വളരെ ചെറിയ കുഞ്ഞുമീനുകളെയാണ് ഇങ്ങനെ ഇടുന്നത്. ഉയരം കുറച്ചു പറന്ന് താഴേക്കിടുന്നതുകൊണ്ട് മീനുകൾക്ക് പരിക്കൊന്നുമേൽക്കില്ല. വണ്ടിയിൽ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓക്സിജൻ കിട്ടാതെ മീനുകൾ ചത്തുപോകുന്നത് ഒഴിവാക്കാൻ ഈ ഐഡിയ സഹായിക്കുന്നു. നിങ്ങളുടെ മേലേക്ക് മരത്തിൽ നിന്ന് പല്ലികൾ വീണാൽ എങ്ങനെയുണ്ടാകും? ഫ്ലോറിഡയിലുള്ളവർക്ക് അതൊരു സാധാരണ കാര്യമാണ്. അവ ആകാശത്തു നിന്ന് വരുന്നതല്ല, മറിച്ച് മരക്കൊമ്പുകളിൽ നിന്ന് വീഴുന്നതാണ്. താപനില പെട്ടെന്ന് 4 ഡിഗ്രിയിൽ താഴേക്ക് പോകുമ്പോൾ തണുത്ത രക്തമുള്ള ഈ ജീവികളുടെ ശരീരം മരവിച്ചു പോകും. അപ്പോൾ അവ മരങ്ങളിൽ നിന്ന് താഴെ വീണ് വിറങ്ങലിച്ച് കിടക്കും. പക്ഷെ അവ ചത്തുപോയെന്നതിനർത്ഥമില്ല, അതൊരു ഉറക്കം മാത്രമാണ്. ചൂട് കൂടുമ്പോൾ അവ പഴയതുപോലെയാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ബോധം തിരികെ കിട്ടുമ്പോൾ പേടിച്ചു പോയ ഇഗ്വാനകൾ കടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നമുക്കൊരു കഥ പറയാം. വർഷം 1876. മിസസ് ആലൻ ക്രൗച്ച് തൻ്റെ വീടിൻ്റെ വരാന്തയിലിരുന്ന് സോപ്പ് ഉണ്ടാക്കുകയായിരുന്നു. ആകാശം തെളിഞ്ഞതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഇറച്ചി കഷ്ണങ്ങൾ മഴ പോലെ പെയ്യാൻ തുടങ്ങി. ഈ സംഭവം അന്ന് വലിയ വാർത്തയായി. ആകാശത്തുകൂടെ പറന്നുപോയ കഴുകന്മാർ തങ്ങളുടെ വയറ്റിലുള്ള ആഹാരം ഛർദ്ദിച്ചതാകാം എന്ന് ശാസ്ത്രജ്ഞർ പിന്നീട് കണ്ടെത്തി. ആടിൻ്റെയും കുതിരയുടെയുമൊക്കെ ഇറച്ചിയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഇന്നും ഇതൊരു വിചിത്രമായ സംഭവമായി ചരിത്രത്തിൽ നിലനിൽക്കുന്നു. ഒരു കർഷകൻ തൻ്റെ പാടത്തു നിൽക്കുമ്പോൾ വലിയൊരു പാറ കഷ്ണം പോലെ ഒന്ന് വലിയ ശബ്ദത്തോടെ അടുത്തു വന്നു വീണു. ഐസ് പോലെ വെളുത്ത നിറത്തിലുള്ള ഒന്നായിരുന്നു അത്. അത് വിലപിടിപ്പുള്ള ഉൽക്കയാണെന്ന് കരുതി ചിലർ അതിൻ്റെ കഷ്ണങ്ങൾ ഫ്രിഡ്ജിൽ വരെ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ വിമാനത്തിലെ ശൗചാലയത്തിൽ നിന്ന് ചോർന്ന മാലിന്യം ആകാശത്തെ തണുപ്പിൽ ഐസായി താഴെ വീണതാണെന്നാണ് പിന്നീട് മനസ്സിലായത്. വിമാനങ്ങളിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സത്യമറിഞ്ഞപ്പോൾ അത് സൂക്ഷിച്ചു വെച്ചവർക്ക് ആകെ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാകും. 2021 ഇറ്റലിയിലെ സിസിലിയിൽ ആകാശത്തുനിന്ന് കല്ലുകൾ പെയ്യാൻ തുടങ്ങി. മൗണ്ട് എറ്റ്ന എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചലായിരുന്നു ഇതിന് കാരണം. ലാവയും ചാരവും ചെറിയ കല്ലുകളുമൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ വീണു. ആകാശം കറുത്ത കല്ലുകൾ പെയ്തപ്പോൾ ജനങ്ങൾ അമ്പരന്നുപോയി. എങ്കിലും അവിടെയുള്ളവർക്ക് ഇതൊക്കെ പരിചയമുള്ള കാര്യമാണ്. ആർക്കും വലിയ പരിക്കുകളൊന്നുമില്ലായിരുന്നു. അടുത്ത ദിവസം തന്നെ ആളുകൾ അവരുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ ഇറങ്ങി. പ്രദേശം മുഴുവൻ കറുത്ത ചാരം കൊണ്ട് നിറഞ്ഞിരുന്നു. രക്തമഴ എന്നത് സിനിമയിലെ കഥയല്ല, അത് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. ആദ്യം ശാസ്ത്രജ്ഞർ പോലും ഇതിൽ അത്ഭുതപ്പെട്ടു. ദൈവകോപമാണെന്ന് കരുതിയ നാട്ടുകാരാകെ പേടിച്ചു. 2001 ജൂലൈയിൽ കേരളത്തിൽ പെയ്ത ചുവന്ന മഴ ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തി. വായുവിലുള്ള ചില ആൽഗകളുടെ അംശങ്ങളാണ് മഴവെള്ളത്തിന് ഈ നിറം നൽകിയതെന്ന് പിന്നീട് കണ്ടെത്തി. വീടുകളും വാഹനങ്ങളും കറപിടിപ്പിക്കാൻ ഈ മഴയ്ക്ക് കഴിയും. ശാസ്ത്രീയമായ കാരണം കണ്ടെത്തിയതോടെ നാട്ടുകാരുടെ പേടി മാറി. നമ്മൾ മനുഷ്യരെപ്പോഴും ഓരോ കഥകൾ മെനയാൻ മിടുക്കരാണല്ലോ. അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ ഒരിക്കൽ വിചിത്രമായ ഒരു വെളുത്ത മഴ പെയ്തു. വീണ സ്ഥലത്തെല്ലാം ഒരുതരം ചോക്കുപൊടി പുരട്ടിയതുപോലെ ഒരു പാളി തന്നെ രൂപപ്പെട്ടു. ജപ്പാനിലെ ഏതെങ്കിലും അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതാണോ അതോ അവിടെയുണ്ടായ കാട്ടുതീയിൽ നിന്നുള്ളതാണോ ഈ പൊടിയെന്ന് പലരും സംശയിച്ചു. എന്നാൽ അവസാനം ഗവേഷകർ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി. ഓരിഗണിലെ ഒരു ഉണങ്ങിയ തടാകത്തിൽ നിന്നുള്ള പൊടിപടലങ്ങൾ കാറ്റിലൂടെ പറന്നു വന്ന അന്തരീക്ഷത്തിൽ കലർന്നതായിരുന്നു ഇതിന് പിന്നിൽ. ഇതാദ്യമായിട്ടല്ല അവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും കണ്ടവർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. കനത്ത മഴയ്ക്ക് ശേഷം തൻ്റെ മുറ്റത്ത് ജെല്ലി പോലെ കുറേ പന്തുകൾ ചിതറിക്കിടക്കുന്നത് ഒരു ദമ്പതികൾ കണ്ടു. പുറംഭാഗം കുറച്ച് കട്ടിയുള്ളതും ഉള്ളിൽ സോഫ്റ്റ് ജെല്ലിയുമുള്ള ഉരുളകളായിരുന്നു അവ. ശാസ്ത്രജ്ഞർ ഇത് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് കുഞ്ഞുങ്ങളുടെ ഡയപ്പറിൽ ഉപയോഗിക്കുന്നതും ചെടികൾക്ക് നനയ്ക്കാൻ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ ഉപയോഗിക്കുന്നതുമായ സോഡിയം പോളിഅക്രിലേറ്റ് എന്ന ജെല്ലിയാണ്. ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന ഈ ജെൽ തരികൾ മഴവെള്ളം കുടിച്ച് പെട്ടെന്ന് വലുതായതായിരുന്നു അത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ വിചിത്രമായ ജെല്ലി പന്തുകൾ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. സ്പെയിനിലെ ആകാശം പെട്ടെന്നൊരു ദിവസം ഓറഞ്ച് നിറമായി മാറി. സഹാറ മരുഭൂമിയിൽ നിന്നുള്ള വലിയൊരു മണൽക്കാറ്റ് കടൽ കടന്ന് സ്പെയിനിലെ മലാല നഗരത്തിലെത്തിയതായിരുന്നു ഇതിന് കാരണം. സഹാറയിലെ മണൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈർപ്പമുള്ള വായുവുമായി കലരുമ്പോഴാണ് ചെഴിമഴ ഉണ്ടാകുന്നത്. മഴതുള്ളികൾ രൂപം കൊള്ളാൻ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളോ ഉപ്പോ ഒക്കെ ആവശ്യമാണ്. അങ്ങനെ സഹാറയിലെ മണൽത്തരികൾ മഴതുള്ളികൾക്കൊപ്പം താഴേറ്റ് പതിക്കുന്നു. മഴയുളങ്ങിക്കഴിയുമ്പോൾ കാറുകളിലും ജനലുകളിലും ചിതപിഴ നിറഞ്ഞ് ചെളി അവശേഷിക്കും. ഇത് കാഴ്ച മറയ്ക്കാനും ശ്വസിക്കാൻ പ്രയാസമുണ്ടാക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ആളുകൾ അന്നൊരൽപ്പം പേടിച്ചു. പിങ്ക് അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മഞ്ഞ് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെ തണ്ണിമത്തൻ മഞ്ഞെന്നോ അല്ലെങ്കിൽ ബ്ലഡ് സ്നോ എന്നോ ഒക്കെ വിളിക്കാറുണ്ട്.
കഠിനമായ തണുപ്പിലും വളരാൻ കഴിയുന്ന ക്ലാമിഡോമോണാസ് നിവാലിസ് എന്ന ഒരുതരം പച്ച ആൽഗകളാണ് ഇതിന് കാരണം. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ഈ ആൽഗകൾ ഒരു ചുവന്ന പിഗ്മെന്റ് പുറപ്പെടുവിക്കുന്നു. അതാണ് മഞ്ഞിന് ഈ നിറം നൽകുന്നത്. ഇതിന് തണ്ണിമത്തൻ്റെ ഒരു ചെറിയ ഗന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം ഇത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊരു വലിയ പരിസ്ഥിതി പ്രശ്നമുണ്ട്. ഈ ചുവന്ന നിറം മഞ്ഞിൻ്റെ പ്രതിഫലനശേഷി കുറയ്ക്കുകയും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ചൂട് കൂടുതൽ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത് മഞ്ഞ് ഉരുകുന്നത് 13% വരെ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇത് ശാസ്ത്രജ്ഞരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആരും തള്ളാതെ തന്നെ ഭൂമിയിലൂടെ തനിയെ സഞ്ചരിക്കുന്ന ചില കല്ലുകൾ കാലിഫോർണിയയിലെ ഡെത്ത് വാലിയിലുണ്ട്. ഇവ നീങ്ങുമ്പോൾ പിന്നിൽ വലിയ പാടുകൾ അവശേഷിപ്പിക്കും. വർഷങ്ങളോളം ഇതൊരു വലിയ നിഗൂഢതയായിരുന്നു. ഒടുവിൽ 2014 ഗവേഷകർ ഇതിൻ്റെ രഹസ്യം കണ്ടെത്തിയത്. ശൈത്യകാലത്ത് തടാകത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മുകളിൽ വളരെ നേർത്ത മഞ്ഞുപാളികൾ രൂപപ്പെടും. പകൽ വെയിൽ തട്ടി ഈ മഞ്ഞ് ഉരുകി തുടങ്ങുമ്പോൾ കാറ്റിൻ്റെ സഹായത്തോടെ ഈ ഐസ് പാളികൾക്കൊപ്പം കല്ലുകളും നനഞ്ഞ മണ്ണിലൂടെ തെന്നി നീങ്ങുന്നു. അങ്ങനെയാണ് ആരും കാണാതെ ഈ കല്ലുകൾ ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. റഷ്യയിലെ ബൈക്കൽ തടാകം കാണാൻ ഒരു ഫെയറി ടെയിൽ കഥയിൽ എന്ന പോലെ തോന്നും. ലോകത്തിലെ ഏറ്റവും പഴയതും ആഴമേറിയതുമായ ശുദ്ധജല തടാകമാണിത്. ശൈത്യകാലത്ത് താപനില -19 ഡിഗ്രിക്ക് താഴെ പോകുമ്പോൾ തടാകത്തിലെ തെളിഞ്ഞ വെള്ളം വജ്രം പോലെ തിളങ്ങുന്ന നീല നിറത്തിലുള്ള ഐസ് കട്ടകളായി മാറും. തടാകത്തിലെ വെള്ളം അത്രയധികം ശുദ്ധമായതുകൊണ്ടാണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് ഇത്ര മനോഹരമായ നീലയും പച്ചയും കലർന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ഏകദേശം 2.5 കോടി വർഷമെങ്കിലും പഴക്കമുള്ള ഈ തടാകത്തിലാണ് ലോകത്തെ മൊത്തം ശുദ്ധജലത്തിൻ്റെ 20% അടങ്ങിയിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണല്ലേ ഇത്. ഇത് ശരിക്കും ഉള്ളതാണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അതെ, ഇത് സത്യമാണ്. മലേഷ്യയിലെ സബായിലുള്ള ഈ സ്ഥലത്ത് കടൽ കുറയുന്ന സമയത്ത് കടലിനടിയിലുള്ള മണൽത്തിട്ട പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ രൂപപ്പെടുന്ന വെള്ളത്തിൻ്റെ പാളി ഒരു വലിയ കണ്ണാടി പോലെ ആകാശത്തെ അതേപടി പ്രതിഫലിപ്പിക്കും. വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇത് കടലിനടിയിലായിരിക്കും. കറുത്ത വാവിനോടും വെളുത്ത വാവിനോടും അനുബന്ധിച്ച് മാസത്തിൽ 2 തവണ മാത്രമേ ഇത് കാണാൻ പറ്റൂ. അവിടെയുള്ള കുഞ്ഞു ഞണ്ടുകളെയും കടൽ ജീവികളെയും ചവിട്ടാതെ വേണം നമ്മൾ ഈ ഭംഗി ആസ്വദിക്കാൻ. അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ മഞ്ഞ് പർവ്വതങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. എന്നാൽ അവിടെ ഐസ് ചിമ്മിനികളുമുണ്ട്. ഭൂമിക്കടിയിലെ ചൂടും വാതകങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ആ ആവി പുറത്തെ കഠിനമായ തണുപ്പിൽ തട്ടി ഉറഞ്ഞ് പുകക്കുഴലുകൾ പോലെയായി മാറുന്നു. ഇത് അന്റാർട്ടിക്കയിൽ മാത്രമല്ല, അമേരിക്കയിലെ മിഷിഗൻ തടാകതീരത്തും ഇത്തരം മഞ്ഞ് അഗ്നിപർവ്വതങ്ങൾ കാണാറുണ്ട്. ലാവയും മഞ്ഞും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ വലിയ തോതിൽ ആവിയും അവശിഷ്ടങ്ങളും ആകാശത്തേക്ക് ഉയരുന്നത് ശരിക്കും ഒരു സിനിമാ രംഗം പോലെ തോന്നിപ്പിക്കും. ഇതൊക്കെ അന്യഗ്രഹ ജീവികളുടെ വിമാനങ്ങളാണോ എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിപ്പോകും. പക്ഷെ സത്യത്തിൽ ഇവ മേഘങ്ങളാണ്. ലാറ്റിൻ ഭാഷയിൽ സ്തനം എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഇതിന് ഈ പേര് കിട്ടിയത്. സാധാരണ മേഘങ്ങൾ മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവ തണുത്ത വായു താഴേക്ക് അമർന്നതുകൊണ്ട് സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുന്നു. വലിയ ഇടിമിന്നലുള്ള മഴയ്ക്ക് ശേഷമാണ് സാധാരണയായി ഇവ കാണാറുള്ളത്. ശാസ്ത്രം എന്തുതന്നെയായാലും ആകാശത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണിത്. ഇത്രയും മനോഹരമായ ഒരു മരം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലുമൊക്കെ കാണപ്പെടുന്ന ഈ മരം ലോകത്തിലെ ഒരേ ഒരു ട്രോപ്പിക്കൽ യൂക്കാലിപ്റ്റസ് ആണ്. ഇതിൻ്റെ തൊലി ഓരോ സമയത്തായി ഉരിഞ്ഞു പോകുമ്പോൾ ഉള്ളിൽ പല നിറങ്ങൾ തെളിഞ്ഞു വരും. ആദ്യം പച്ചയും പിന്നെ നീല, പർപ്പിൾ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ ഒരു മഴവിൽ പോലെ ഈ മരം കാണപ്പെടും. ഇത് പേപ്പർ ഉണ്ടാക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കൂടാതെ പണ്ടുകാലം മുതൽ മുറിവുകൾ ഉണക്കാനും ശ്വാസമുട്ടിന് മരുന്നായും ആളുകൾ ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഉത്തർപ്രദേശിൽ മഴയ്ക്ക് ശേഷം റോഡിൽ മീനുകൾ ചിതറിക്കിടക്കുന്ന ഒരു ഫോട്ടോ വൈറലായിരുന്നു. ചുഴലിക്കാറ്റ് വഴി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വീണ മീനുകളായിരുന്നു. നാട്ടുകാരാദ്യം പേടിച്ചെങ്കിലും പിന്നീട് മീൻ പിടിക്കാൻ തുടങ്ങി. മീൻമഴ സത്യമാണെന്ന് ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.